നമസ്കാരം. ജ്യോതി ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാർ ജീവിത വിജയത്തിന് നിത്യവും പ്രാർത്ഥിക്കേണ്ട ദേവതകൾ ഏതെല്ലാമാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സ്വന്തമായി ഒരു ഇഷ്ടദേവതയെ സ്ഥിരമായി പ്രാർത്ഥിക്കുന്നവർക്ക് ആ ദേവതയെ കൂടാതെ ഇതിൽ പറയുന്ന ദേവതമാരെ കൂടി തങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിയാൽ തങ്ങളുടെ ജീവിതത്തിലും കർമ്മമണ്ഡലങ്ങളിലുമുള്ള തടസ്സങ്ങൾ മാറ്റി ജീവിതത്തിന് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ആദ്യം അശ്വതി നാളുകാരെക്കുറിച്ചാണ് പറയുന്നത്. ഇവരുടെ ഇഷ്ടദേവത ഗണപതിയും സുബ്രഹ്മണ്യനും ശ്രീ ഭദ്രകാളി ദേവിയുമാണ്. ജന്മനക്ഷത്രം വരുന്ന ദിവസം ഗണപതി ഹോമം ചെയ്യുകയും ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നത് ഇവർക്ക് വിശേഷമാണ്. ഇതുകൂടാതെ ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഈ നക്ഷത്രക്കാർക്ക് ജീവിത വിജയത്തിനും രോഗദുരിതങ്ങളിൽ നിന്നും കരകയറുന്നതിനും ഉത്തമമാണ്. അടുത്തതായി ഭരണി നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത ആരെല്ലാമാണെന്ന് നോക്കാം. ഇവരുടെയും ഇഷ്ടദേവത ഗണപതിയാണ്. കൂടാതെ അന്നപൂർണേശ്വരിയെയോ ലക്ഷ്മി ദേവിയെയോ പ്രാർത്ഥിക്കുന്നതും ജീവിത വിജയത്തിന് ഉത്തമമാണ്. ഇതുകൂടാതെ രാശിനാഥനായ ചൊവ്വയുടെ അതിദേവതകളായ സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രകാളി ദേവിയെയും പ്രാർത്ഥിക്കുന്നതും ഗുണകരമാണ്. ഇവരും ജന്മനക്ഷത്രം വരുന്ന ദിവസം ഗണപതി ഹോമത്തിന് കൊടുക്കുന്നത് തൊഴിൽ തടസ്സങ്ങൾക്കും കാര്യതടസ്സങ്ങൾക്കും വളരെ നല്ലൊരു പരിഹാരമാണ്. വെള്ളിയാഴ്ചകളിൽ അന്നപൂർണേശ്വരിയെയോ ലക്ഷ്മി ദേവിയെയോ പ്രാർത്ഥിക്കുന്നതും സാമ്പത്തിക അഭിവൃദ്ധിക്ക് വളരെ ഉത്തമമാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത പരമശിവനാണ്. ഇവർ ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് കൂവളമാല ചാർത്തുന്നത് വളരെ ഉത്തമമാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ നാഥൻ സൂര്യനാണ്. സൂര്യൻ്റെ അതിദേവത ശിവനാണ്. അതുകൊണ്ടാണ് ഈ പ്രകാരം പറഞ്ഞത്. ഇതുകൂടാതെ ഇവർ പ്രഭാതത്തിൽ സൂര്യഭഗവാനെ വണങ്ങി ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്ന പല ദുർഘടഘട്ടങ്ങളും തരണം ചെയ്യാനും ശത്രുക്കളെ ജയിക്കാനുമൊക്കെ ഉപകരിക്കുന്നതുമാണ്. മേടക്കൂറുകാർ മഹാദേവനെ കൂടാതെ സുബ്രഹ്മണ്യനെയും ശ്രീ ഭദ്രകാളി ദേവിയെയും ഭജിക്കുക. ഇടവക്കൂറുകാർ മഹാദേവനെ കൂടാതെ മഹാലക്ഷ്മി ദേവിയെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇവർ വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തി ഉചിതമായ വഴിപാടുകൾ കഴിപ്പിക്കുക. ജീവിതത്തിൽ അഭിവൃദ്ധിയും ധനവും വന്നു ചേരുന്നതാണ്. ഇനി രോഹിണി നാളുകാരുടെ ഇഷ്ടദേവതയെ നോക്കാം. രോഹിണി നാളുകാർക്ക് ഏറ്റവും അനുകൂലമായ ദേവത ശ്രീ ദുർഗാദേവിയാണ്. ഇവർക്ക് ശ്രീ ഭദ്രകാളി ദേവിയെയും പ്രാർത്ഥിക്കാവുന്നതാണ്. വെളുത്തവാവ് ദിവസം ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി ഉചിതമായ വഴിപാടുകൾ കഴിപ്പിക്കുക. അതുപോലെ കറുത്തവാവ് ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി ഉചിതമായ വഴിപാടുകളും കഴിപ്പിക്കുക. രാശിനാഥനായ ശുക്രൻ്റെ ദേവതയായ ശ്രീ മഹാലക്ഷ്മി ദേവിയെയും നിത്യവും പ്രാർത്ഥിക്കുന്നത് ദാരിദ്ര്യം അകന്നു പോകുവാൻ ഉത്തമമായ പ്രതിവിധിയാണ്. വെള്ളിയാഴ്ച ദിവസം അടുത്ത ലക്ഷ്മി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി തൊഴുത് പ്രാർത്ഥിക്കുക. നല്ല നിലാവുള്ള രാത്രിയിൽ ഇവർ ടെറസിൽ കയറി നിന്ന് അല്പം നിലാവ് ശരീരത്തിൽ കൊള്ളിക്കുന്നതും ചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കുന്നതും ജീവിതത്തിൽ ഉണ്ടാകുന്ന പല ദുരിതങ്ങളും ഒഴിഞ്ഞു പോകുവാൻ നല്ലതാണ്. മകയിരം നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത സുബ്രഹ്മണ്യ സ്വാമിയും ശ്രീ ഭദ്രകാളി ദേവിയുമാണ്. ഈ രണ്ട് ദേവതമാരെയും പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന പല തടസ്സങ്ങളെയും തട്ടിമാറ്റി മുന്നേറുവാൻ സാധിക്കുന്നതാണ്. ചൊവ്വാഴ്ച ദിവസം നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഒഴിവാക്കുന്നതും അന്നേ ദിവസം പ്രാർത്ഥിക്കുന്നതും ചെറിയ ചെറിയ ദാനങ്ങളൊക്കെ ചെയ്യുന്നതും ഉത്തമമാണ്. മകയിരം രണ്ട് കൂറുകാരുണ്ടല്ലോ. ഇതിൽ ഇടവക്കൂറുകാർ മഹാലക്ഷ്മി ദേവിയെയും മിഥുനക്കൂറുകാർ ശ്രീകൃഷ്ണസ്വാമിയെയും പൂജിക്കുന്നത് വളരെ വിശേഷമാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ മാറി സുരക്ഷിതമായ ഒരു സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കിയെടുക്കുവാൻ ഇതുമൂലം സാധിക്കുന്നതാണ്. അടുത്തതായി പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാരുടെ ഇഷ്ടദേവതയെക്കുറിച്ചാണ്. തിരുവാതിര നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹുവാണ്. അതിനാൽ ഇവർ രാഹുവിൻ്റെ അതിദേവതയായ നാഗദേവതകളെയാണ് പ്രധാനമായും ആരാധിക്കേണ്ടത്. ഇവരിൽ നാഗങ്ങൾ വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്നതായിരിക്കും. മാത്രമല്ല ഇവർ ഒരു കാരണവശാലും നാഗങ്ങളെ ഉപദ്രവിക്കുവാനും പാടില്ല. ഇവർ മുടങ്ങാതെ ആയില്യ പൂജകൾ ചെയ്യുന്നത് വിശേഷമാണ്. തിരുവാതിര മഹാദേവൻ്റെ നാളാണല്ലോ. അതിനാൽ ജന്മനാളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ജലധാര നൽകുക. ദീർഘായുസിനും ആരോഗ്യത്തിനും ഇത് വളരെ ഉത്തമമാണ്. കൂടാതെ രാശ്യാധിപൻ്റെ അതിദേവതയായ ശ്രീകൃഷ്ണസ്വാമിയെ പൂജിക്കുന്നതും സാമ്പത്തിക അഭിവൃദ്ധിക്കും തൊഴിൽ പുരോഗതിക്കുമെല്ലാം ഉത്തമമാണ്. ഇനി പുണർദം നക്ഷത്രത്തെക്കുറിച്ച് നോക്കാം. ഇവരുടെ അതിദേവത മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിനെ നിത്യവും ആരാധിക്കുന്നത് ഇവർക്ക് ജീവിത വിജയവും ഐശ്വര്യവും വന്നു ചേരുവാൻ സഹായിക്കുന്നു. വിഷ്ണുവിനെ കൂടാതെ വിഷ്ണുവിൻ്റെ അവതാരങ്ങളായ ശ്രീകൃഷ്ണസ്വാമിയെയോ ഭഗവാൻ ശ്രീരാമനെയോ പൂജിക്കുന്നതും ഉത്തമം തന്നെയാണ്. ജന്മനക്ഷത്രവും വ്യാഴാഴ്ചയും ഒത്തുവരുന്ന ദിവസം തീർച്ചയായും ഇവർ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി നെയ്വിളക്ക് കത്തിക്കുകയോ പാൽപ്പായസം നിവേദിക്കുകയോ ഭാഗ്യസൂക്താർച്ചന കഴിപ്പിക്കുകയോ ചെയ്യുന്നത് ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ വളരെ ഉത്തമമാണ്. കർക്കിടകക്കൂറിൽ ജനിച്ചവർ ദുർഗാക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ വിശേഷമാണ്. കഴിവതും വ്യാഴാഴ്ച ദിവസം മത്സ്യമാംസാദികൾ ഒഴിവാക്കുക. ഇവർ വ്യാഴാഴ്ച വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ നല്ലതാണ്. പുണർദം നക്ഷത്രം വരുന്ന ദിവസത്തെ കൂടാതെ ഇവർക്ക് വിശാഖം, പൂരുരുട്ടാതി എന്ന നാളുകൾ വരുന്ന ദിവസവും വളരെ ഉത്തമമാണ്. പൂയം നക്ഷത്രത്തിൻ്റെ ഇഷ്ടദേവത ശാസ്താവാണ്.
ഇവർ ശനിയാഴ്ച ശാസ്ത ക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം കഴിപ്പിക്കുന്നത് ജീവിതത്തിലുണ്ടാകുന്ന ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകാൻ വളരെ ഉത്തമമാണ്. കൂടാതെ പൂയം നാളും ശനിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വരന് പൂജ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠകരമാണ്. ദാരിദ്ര്യവും രോഗവും മാറി ആരോഗ്യവും സാമ്പത്തിക അഭിവൃദ്ധിയും ദീർഘായുസ്സും ഇതുമൂലമുണ്ടാകുന്നു. ഇതുകൂടാതെ ഇവർ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും ജീവിത പുരോഗതിക്ക് വിശേഷമാണ്. പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നാളുകളും ഇവർക്ക് അനുകൂലമാണ്. ഈ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. ഈ വീഡിയോയിൽ അവസാനമായി നോക്കുന്നത് ആയില്യം നാളുകാരുടെ ഇഷ്ടദേവതയെക്കുറിച്ചാണ്. ഇവരുടെ ഇഷ്ടദേവത എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നാഗദേവതകളാണ്. എല്ലാ മാസവും ആയില്യം നാളിൽ നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തി ആയില്യ പൂജയിൽ പങ്കുകൊള്ളുക. അതുതന്നെയാണ് ജീവിത വിജയത്തിന് ഇവർക്കുള്ള ഏറ്റവും ഉത്തമമായ റെമഡി. മാത്രമല്ല, ഇവർ ജീവിതത്തിൽ നാഗങ്ങളെയോ മറ്റിഴജന്തുക്കളെയോ ഉപദ്രവിക്കുവാനും പാടില്ല. ഇതുകൂടാതെ ഇവർ നക്ഷത്രാധിപൻ്റെ അതിദേവതയായ ശ്രീകൃഷ്ണസ്വാമിയെയും പൂജിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്കും ഐശ്വര്യ സമൃദ്ധിക്കും ഉത്തമമാണ്. നാഗരാജാവായ വാസുകിയെ ധരിച്ചവനായ പരമശിവനെ പൂജിക്കുന്നതും ഇവർക്ക് ശ്രേയസ്കരമാണ്. ബുധനാഴ്ചയും ആയില്യം നാളും ഒത്തുവരുന്ന ദിവസം ഇവർക്ക് വളരെ വിശേഷമാണ്. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും ഇവർക്ക് ശത്രുഭയത്തെയും രോഗദുരിതങ്ങളെയും അകറ്റുവാൻ ഉത്തമമാണ്. ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ ദിവസങ്ങൾ ഇവർക്ക് വളരെ അനുകൂലമായ ദിവസങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.